ഹലോ ഗൈസ് അങ്ങനെ മൗനരാഗം പുതിയ പ്രമോല് നമ്മുടെ പ്രകാശൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണ്. പെൺമക്കളെ എനിക്ക് ജീവനായി കണ്ടപ്പോൾ അവൻ എന്നെ പെൺമക്കളിൽ നിന്നും വേർതിരിക്കാൻ ശ്രമിച്ചു. ഒരു അസുര ജന്മമായി അവൻ മാറി എന്നൊക്കെ നമ്മുടെ വിക്രത്തിനെ പറ്റി പറയുകയാണേ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെയാണ് പ്രകാശൻ എല്ലാവരുടെയും മുന്നിൽ പറയുന്നത്. പിന്നീട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ കല്യാണിയുടെ അടുത്ത് പറയുകയാണ്, സോണിമോളെ കിട്ടിയതിന് ശേഷം അവൻ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ അവനിപ്പോ രാജാവിനെ പോലെ വാഴാമായിരുന്നു. പക്ഷേ അവൻ അതിന് തയ്യാറായില്ല എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പരിഭവം പോലെ പറയുവാണ്. പിറ്റേ ദിവസം രാവിലെ 3 പെൺമക്കളും പ്രത്യേകിച്ച് കല്യാണി അച്ഛനെ കണ്ട് പറയുന്നുണ്ട്. രാവിലെ തന്നെ അച്ഛനെ കാണാൻ ഓടിയെത്തിയത് കോടതിയിൽ നിന്നും അച്ഛനെ റിമാൻഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാഴ്ച ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അച്ഛനെ കണ്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ രാവിലെ തന്നെ വന്നത് എന്നിവര് പറഞ്ഞ് നമ്മുടെ കല്യാണി അച്ഛനെ കണ്ട് സംസാരിക്കുവാണേ. പിന്നെ നമ്മുടെ കോടതിയിൽ നിന്ന് നമ്മുടെ പ്രകാശന് ജാമ്യം കിട്ടുന്നില്ല കേട്ടോ. പിന്നെയും പോലീസ് കൊണ്ടുപോവുകയാണ് നമ്മുടെ പ്രകാശനെ. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ പെൺമക്കൾ പൊട്ടിക്കരയുന്ന 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. അപ്പൊ പ്രകാശം ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പോകുന്നുണ്ട് ജീപ്പില്. കാരണം പെൺമക്കൾക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞിട്ട്. ഉള്ളിലുള്ളിൽ ഒരു വിങ്ങലുണ്ടെങ്കിലും ആ ഒരു സങ്കടം പുറത്ത് കാണിക്കുന്നില്ല. പക്ഷേ ഈ പെൺമക്കൾക്ക് ഈ കാഴ്ച കാണുമ്പോൾ ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാട്ടോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.